ഗെയിം തുടങ്ങുമ്പോൾ തന്നെ ഒരു ഗൈഡ് കാണിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഗൈഡ് എന്താന്ന് വെച്ചാൽ എന്തെങ്കിലും അപാകത കാണുകയാണെങ്കിൽ അത് ഉറപ്പുവരുത്താൻ പോയിട്ട്. രണ്ടാമത്തെ ഗൈഡ് എന്താന്ന് വെച്ചാൽ ഇപ്പൊ എന്തെങ്കിലും അപാകത കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ തിരിഞ്ഞ് ഓടിക്കൊള്ളണം. മൂന്നാമത്തെ ഗൈഡ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നേരെ തന്നെ പോവാം എന്നുള്ളതാണ്. അപ്പൊ കളി തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ജപ്പാനിൽ ഒരു അണ്ടർഗ്രൗണ്ട് പാസേജിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഒരു നോ സ്മോക്കിങ്ങിന്റെ സൈൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു പോസ്റ്റർ ഉണ്ട്, ഡെന്റിസ്റ്റിന്റെ ആണെന്ന് തോന്നണം. പിന്നെ ഒരു ഫുഡ് സ്റ്റോറിന്റെ ആണെന്ന് തോന്നണം. പിന്നെ ഇവിടെ ഒരു സലോൺ ഉണ്ട് ഡോഗിന്റെ. പിന്നെ ഒരു പുള്ളി ഒരു സൂട്ട് കേസും ഫോണും എന്നിട്ട് നമ്മളെ മൈൻഡ് ചെയ്യാതെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇനി പിന്നെ മേളിൽ നോക്കുമ്പോൾ എക്സിറ്റ് 8 ഉണ്ട്. ഇവിടെ ഒരു വാതിലുണ്ട്. ഇവിടെ ജാപ്പാനിലൊരു പോസ്റ്റർ, വേറെ പോസ്റ്റർ. ഓക്കെ, സെക്യൂരിറ്റീൻ്റെ ഒരു ഇത്, 2 ഭാഗത്തിൽ ഒരു ജനറേറ്റർ. ഓക്കെ, നമ്മൾ അപ്പോൾ ഈ റൂമിൽ ഒരു കുഴപ്പമില്ല. നമ്മൾ അടുത്ത റൂമിലേക്ക് പോയി നോക്കണം എന്താണെന്ന്. അപ്പോൾ ഇവിടെ 1 കാണിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടാണ് പോണേ. ഓക്കെ, എല്ലാം ഉണ്ട്. നോക്കി നോക്കി പോവുകയാണ് ഒരേ സ്ഥലവും. ഇപ്പൊ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അപ്പൊ നമ്മൾ തിരിഞ്ഞോടണം. അതാണ് ഈ ഗെയിം. ഈ പോസ്റ്റേഴ്സ് ഒക്കെ ഒരേപോലെ ഇരിക്കണം. അപ്പൊ നമുക്ക് തിരിഞ്ഞോടാം. വെറും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നോ സ്മോക്കിങ്ങിന്റെ എല്ലാം ഓക്കെയാണ്. ഡെന്റിസ്റ്റിന്റെ പോസ്റ്റർ ഉണ്ട്, സൂട്ട് കേസ് ഉണ്ട്, ഫോണുണ്ട്. നമ്മൾ മൈൻഡ് ചെയ്യാതെ നടന്നു പോകണം, കുഴപ്പമില്ല. ഓക്കെ, ഇവിടെ എല്ലാം നോർമലായിട്ട് തന്നെയാണ് തോന്നണേ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും കാണുന്നില്ല. എല്ലാം സൂക്ഷിച്ചു നോക്കി. ഈ റൂം ക്ലിയർ ആണ്. അപ്പൊ ഈ പാസേജിൽ നമുക്ക് അടുത്ത പാസേജിലേക്ക് പോവാം. അപ്പൊ ഇപ്പൊ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെയും 0-ലെത്തി. കാരണം അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടായി, നമ്മൾ കണ്ടുപിടിച്ചില്ല. അപ്പൊ നമ്മൾ പിന്നെയും തുടങ്ങിയാണ്. അപ്പൊ ആദ്യം ഈ പുള്ളി നടന്നു പോകണം. ആ ഫോട്ടോ അങ്ങനത്തെ ആയിരുന്നില്ല. ഇത് കണ്ടോ, ഇതാണ് ഫോട്ടോ. എന്താ ലൈറ്റ് ഒക്കെ ഓഫ് ആവണേ? നമ്മൾ 2 എത്തി. ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നും തോന്നണ്ട. നമുക്ക് ഫ്രണ്ടിലേക്ക് പതിയെ നടക്കാം. നോ സ്മോക്കിംഗ് ബോർഡ് ഉണ്ട്. ഇവിടെ ഡെന്റിസ്റ്റിന്റെ ഉണ്ട്. ആള് നടന്നു തന്നെ ഉണ്ട്. നിക്ക്, ആളെന്താ ചിരിക്കണോ? ഓക്കെ, അപ്പൊ അടുത്ത മാപ്പെത്തി. എല്ലാം നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. ആള് നടക്കുന്നതിന് കുഴപ്പമില്ല. നമ്മളപ്പോ എല്ലാം സൂക്ഷിച്ച് നോക്കി പോവുകയാണ്. ഒരു പോസ്റ്റർ ഉണ്ട്, പിന്നെ സെക്യൂരിറ്റീൻ്റെ കണ്ണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആണ്. ഇതെന്താ? ഇവിടെ പോസ്റ്റർ ഉണ്ട്, എല്ലാം ഓക്കെയാണ്. ആ ചേട്ടൻ്റെ നടത്തിപ്പിനൊന്നും ഒരു കുഴപ്പമില്ല. മേലാണെങ്കിൽ നമ്മുടെ നമ്പർ 8 എന്നുള്ളതുണ്ട്. കണ്ണൊക്കെയാണ്. അവിടെ എന്തോ ഒരു അതെന്താ പറ്റിയെന്നുള്ള നമ്മളെ കുറച്ച് ക്യൂരിയോസിറ്റി കൂടിയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോയിടാ. നമ്മളെ പിടിച്ചു. വാതിലും ഉണ്ടോ? ഇതെന്താ ലോക്ക് നടുക്കുന്നെങ്ങനെ തുറക്കാൻ പറ്റും നമുക്ക് പോകുമ്പോൾ. അപ്പം നമ്മൾ അതും കഴിഞ്ഞ് അടുത്ത മാപ്പെത്തി. ഈ മാപ്പിലാണെങ്കിൽ പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നും ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. 1 മിനിറ്റ്, ആ പുള്ളി നമ്മളെയാണോ നോക്കണേ? അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നതാണോ?
അതൊന്ന് കൺഫേം ചെയ്യണം. അതെ അതെ. അപ്പൊ നമ്മൾ അതും പാസ് ചെയ്തു. നമ്മൾ പിന്നെ അടുത്ത മാപ്പിലെത്തി. ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ച് അപാകതയായിട്ടൊന്നും കാണുന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് പോവുകയാണ്. എനിക്ക് ഈ കണ്ണിനെ പേടിയാ. ലൈറ്റൊക്കെ തിരിച്ചു വന്ന് പഞ്ചെത്തി എല്ലാം തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും കണ്ടില്ല. ഈ കണ്ണിനെന്തോ കുഴപ്പമുണ്ടല്ലോ. ഏഴാമത്തെ പാസേജിൽ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. ഇത് നമ്മൾ 8ാമത്തെ പാസേജിലെത്തി. ഇത് ലാസ്റ്റത്തെ പാസേജ്. അപ്പൊ നമ്മൾ സൂക്ഷിച്ച് എല്ലാം നോക്കിയിട്ട് പോവാം. ഈ പാസേജും കൂടി നമ്മൾ ക്ലിയർ ചെയ്യാൻ പറ്റിയ നമ്മൾ കളി വയ്ക്കും. ഇത് സൗണ്ട് കേൾക്കാലോ. എന്താ വേണം ചോരയാ. ഇപ്പം നമ്മുടെ ഫൈനലി ഒരു മേളിലേക്കുള്ള പാസേജ് കണ്ടുപിടിച്ചു. എക്സിറ്റ് 8 ആണെന്ന് തോന്നുന്നു. അതെ അതെ. അപ്പം നമ്മൾ ഇതോടെ കളി തീർക്കും.私のビデオが気に入ったら、いいねとチャンネル登録をお願いします。